പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു പുന്നാരന്റെ? എന്തേ കാണിക്കണത്? ഇതൊക്കെ ഈ രാഷ്ട്രീയത്തിലുള്ള ട്രിക്കലടാ. വോട്ട് ചോദിക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ. അത് ഇവന് വോട്ടില്ലല്ലോ. ഇവന് വോട്ടില്ല അതിന്. ശരിയാണല്ലോ. മോൻ എത്രയിലാടാ പഠിക്കണേ? കഴിഞ്ഞ വർഷം എത്രയിലായിരുന്നു? അടുത്ത വർഷം മാറ്റി പറയോ? അവൻ അച്ഛന്റെ മകൻ തന്നെ കേട്ടോ. അതിനാ വോട്ടുള്ളത്. അതിന് നീ മാറി നിൽക്കും. മാറി നിൽക്കും. സ്ഥാനാർത്ഥിയാണ്. അല്ല ഞാന് എന്തേ കാണിച്ചു വോട്ട് പിടിക്കാൻ വേണ്ടി അങ്ങനെ പല ടെക്നിക്കും നമ്മൾ കാണിക്കും. അലക്കിയെ കൊടുക്കുക. പിന്നെ അത് ശരി. അപ്പൊ അങ്ങനെ എനിക്ക് അകത്ത് വേറെ തുണി ഉണ്ടായല്ലോ. അല്ല അത് ഞാൻ ചെയ്തു തരാം. എന്നെ മനസ്സിലായല്ലോ. പി പി നമ്മുടെ ഇവിടുത്തെ സ്ഥാനാർത്ഥിയാണ്. ഇത് പി പി ചിഹ്നം. ഒന്ന് ജസ്റ്റ് ഉദ്ദേശിക്കുന്ന രീതിയിലല്ല. അല്ല അല്ല അതെ സ്ഥാനാർത്ഥി, ഈ അലക്ക കഴിയുമ്പോ വീട്ടിലേക്കൊന്നും വന്നോട്ടാ. എന്നാടാ കൊറേ അധികം തുണി, 2 ആഴ്ചത്തെ തുണിയുണ്ട് അലക്കാനായിട്ടേ. നീ വീട്ടിലല്ലേ? ഞാൻ ഉണ്ട്. പിന്നെന്തിനാണ് ഒരു വീട്ടിൽ 2 പണിക്കാര്? നീ അലക്കിയാ മതി. അത് ഇത് നമ്മൾ സഹായിക്കണല്ലാത്ത ആൾക്കാർ. അച്ഛനൊക്കെ എവിടെ പോയി? എന്താ അച്ഛൻ കിടപ്പിലാണ്. വോട്ട് ചെയ്യാനൊന്നും വരില്ല. ഉറങ്ങാൻ വേണ്ടി കിടക്കണത്. ഉറങ്ങാൻ വേണ്ടി കിടക്കണം. അച്ഛൻ ഉണർത്താൻ ഒരു പാട്ട് മുദ്രാവാക്യം വിളിക്കും. നമ്മുടെ ചിഹ്നം, നമ്മുടെ സാരഥി, നമ്മുടെ ചിഹ്നം. അയ്യോ അറിയുമോ? കഴിഞ്ഞ വർഷം എന്നെ ജയിപ്പിച്ചു വിട്ടിട്ട് പിന്നെ നമ്മൾ തമ്മിൽ കാണുന്നത് ഇപ്പോഴാണ്. എങ്ങനെ? കഴിഞ്ഞ പ്രാവശ്യം എന്നെ ജയിപ്പിച്ചു വിട്ടിട്ട് പിന്നെ നമ്മൾ തമ്മിൽ കാണുന്നത് ഇപ്പോഴാണ്. ഞാൻ അങ്ങോട്ട് പറയേണ്ടതല്ലേ? അത് ഞാൻ അങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ. എവിടെയായിരുന്നു? എന്നെ ഒന്ന് വിളിക്കാറുന്നല്ല. ഞാൻ ചത്തോ ജീവിച്ചിരിപ്പോണ്ട് ഒന്നും തിരക്കാരുന്നല്ലോ. വിളിച്ചത് നിനക്ക് എടുക്കായിരുന്നല്ല. വിളിച്ചായിരുന്നു തന്നെ. ഞാൻ എത്ര തവണ വിളിച്ച് നീ കട്ട് ചെയ്ത് കളഞ്ഞു. ഓ അപ്പൊ ഞാൻ എന്തെങ്കിലും പ്രസംഗിച്ചോണ്ടിരിക്കും. പ്രസംഗിക്കുന്നത് ഇങ്ങനെയല്ല. ഇതിന് ചപ്പാത്തി പരത്തിലെന്നാ പറഞ്ഞത്. അതെ, അത് ആ പണി തന്നെ ചെയ്തുകൂടെ? നീ എന്തിനാ നിക്കണത്? അല്ല ഞാൻ ഇപ്രാവശ്യം കൂടെ മത്സരിക്കാമെന്ന് വെച്ചു. കാരണം ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ നമ്മുടെ ഈ മണ്ഡലത്തിൽ ചെയ്യാനുണ്ട്. ഇത്തവണ ഇവിടെ അല്ല മത്സരിക്കുന്നത്, അറിയാലോ. എം പി ആയിട്ടാണ് മത്സരിക്കുന്നത്. മെമ്പർ ഓഫ് പാർലമെന്റ്. അല്ല അങ്ങോട്ടൊക്കെ പോകുമ്പോ ഹിന്ദിയൊക്കെ പറയണ്ടേ? ഹിന്ദി പറയണ. ഹിന്ദിയൊക്കെ ഞാൻ പഠിക്കുന്നുണ്ടല്ലോ. പഠിച്ചല്ലോ ഹിന്ദി. നീ മറ്റേ 4 വരിപ്പാതി പണിയണ നേരത്ത് ആ ഹൈവേയിൽ നീ ബംഗാളികൾക്കൊപ്പം പണിയെടുക്കണം എന്ന് ആരോ എന്നോട് പറഞ്ഞു. ഞാനോ? നീ അങ്ങനെ പണിക്ക് പോയാ? ഇല്ലില്ല. ബംഗാളികളുടെ ഒപ്പം? ഇല്ലില്ല. നീ തന്നെ? അയ്യോ അല്ലല്ല. അവൻ ഫോട്ടോ എടുത്ത് വാട്സാപ്പിൽ എനിക്ക് അയച്ചു തന്നല്ല. ഇല്ലെന്ന്. ഞാൻ പണിയെടുത്ത് ജീവിക്കുന്നു ചേട്ടന് തോന്നുന്നുണ്ടോ? ഞാനിത് അവരോട് പറയും. ഇതെന്നാ സംഭവം എന്ന് അറിയാമോ? ഇപ്പൊ നമ്മൾ ജയിച്ചു കഴിഞ്ഞാല് ഡൽഹിക്ക് പോകണമല്ലോ. അപ്പൊ അവിടെ ചെന്ന് നമുക്ക് വെറുതെ മലയാളം പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു ഗുണമില്ല. ഹിന്ദി സംസാരിക്കണം. അവരുടെ കൂടെ നിന്ന് തഞ്ചത്തിന് കുറച്ച് ഹിന്ദി പഠിക്കാനോ നിർത്ത് അങ്ങനെ നിന്നാണ്. പഠിച്ചാ വല്ലതും. പിന്നെ മലയാളം ആദ്യം പഠിക്കണേ. മലയാളം ആദ്യം പഠിക്കണം. എനിക്ക് ഈ മണ്ഡലത്തിൽ കുറെ വികസന പ്രവർത്തനങ്ങൾ ചെയ്യാറുണ്ട്. ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക്, ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഈ മണ്ഡലത്തിൽ ഒരു എയർപോർട്ട് കൊണ്ടുവരണം. അതിനെക്കുറിച്ച് ആലോചിക്കുന്നു. ഈ പഞ്ചായത്തില് എയർപോർട്ട് വരണം. ഇപ്പൊ തന്നെ എന്റെ പദ്ധതിയിൽ 5 ബസ് സ്റ്റോപ്പുകളാണ് ഞാൻ അനുവദിച്ചിരിക്കുന്നത്. 5 മണ്ഡലം ഒറ്റ ബസ് സ്റ്റോപ്പ് മതിയല്ലോ നിനക്കൊരു 25 ലക്ഷം രൂപ പോക്കറ്റിൽ പോവാൻ. എത്ര ലക്ഷം രൂപ ഒരു ബസ് സ്റ്റോപ്പിന് ഉദ്ദേശിച്ചത്? 25 ലക്ഷം രൂപയാണ് നമുക്ക് ഫണ്ട് അനുവദിച്ചിരിക്കുന്നത്. അതിൽ നിന്നൊരു 5 ലക്ഷം രൂപ ഇങ്ങടുതാ. ഞാൻ നിനക്ക് അടിപൊളി ഒരു വീട് നിർമ്മിച്ചു തരാം. അത് അങ്ങനെ നിങ്ങൾക്ക് എല്ലാവരും നാട്ടുകാർക്ക് ഒരു പണിയാണ്. പിന്നെ ജനപ്രതിനിധി എന്താണ് ജനപ്രതിനിധിയുടെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കണം. എടാ ജനപ്രതിനിധി, നീ ഒരു കാര്യം മനസ്സിലാക്ക്. ആദ്യം ഈ ബസ് സ്റ്റോപ്പ് പണിയ നേരത്തിന് ഇവിടെ കൂടി ഒരു റോഡ് ഉണ്ടാക്ക്. എന്നിട്ട് ഈ റൂട്ടിൽ ഓടാൻ ഒരു ബസ് ഉണ്ടാക്ക്. എന്നിട്ട് നീ ബസ് സ്റ്റോപ്പ് പണി. എന്റെ ബസ് സ്റ്റോപ്പ് എനിക്കറിയാം. 4 കുറ്റി ഇട്ടിട്ട് ഒരു ഇങ്ങനത്തെ ഒരു ഷീറ്റും വെച്ചിട്ട് ബസ് കയറാൻ വന്നവർക്ക് ഇരിക്കാൻ പറ്റാത്ത ഒരൊറ്റ കുടലിൽ ഇതിങ്ങനെ വെക്കണ പരിപാടിയല്ലേ?